വ്യാഴം ഈ മെയ് 14 ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. ഒരു വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. മേടക്കൂറാണ് ആദ്യത്തേത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ 15 നാഴിക ഇവ ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ മാറ്റം എന്തു ഫലം ചെയ്യുമെന്ന് നോക്കാം. മേടക്കൂറുകാർക്ക് വ്യാഴം മാറുന്നത് 2-ൽ നിന്നും 3-ലേക്കാണ്. 3-ലെ വ്യാഴം ചാരവശാൽ ഒട്ടും തന്നെ അനുകൂലമല്ല. 3-ാമിടത്ത് വ്യാഴം നിൽക്കുന്നത് വളരെ പ്രതികൂലമായ ഫലങ്ങൾക്ക് കാരണമാകുമെന്നാണ് നമ്മുടെ ചാരഫലങ്ങൾ അഥവാ ഗോചരഫല സിദ്ധാന്തം പറയുന്നത്. തൊഴിൽ രംഗത്ത് വളരെ പ്രതികൂലമായ മാറ്റങ്ങളുണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിൽ തടസ്സങ്ങളുണ്ടാകാം. വിദേശ യാത്രയ്ക്കും വിദേശ തൊഴിലിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിലും തടസ്സങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാമാന്യമെങ്കിലും ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ കഠിന പരിശ്രമം വേണ്ടിവരും. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ബിസിനസ് വളരെയധികം കുറയുക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലമുണ്ടാകാത്ത സ്ഥിതി, ഉപരിപഠന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ, വിഷമങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാം. കലാരംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ തുടങ്ങിയ പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ പ്രയാസങ്ങളും അസ്വസ്ഥതകളുമൊക്കെ ചെറിയ തോതിൽ അനുഭവപ്പെടാൻ ഇടയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടായേക്കാം. വ്യാഴത്തിൻ്റെ 3-ലേക്കുള്ള മാറ്റം വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരി നാമം പതിവായിട്ട് ചൊല്ലുന്നത് വളരെ ആശ്വാസം നൽകും. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് ഗുണം ചെയ്യും. പുരാണത്തിലെ അതിവിശിഷ്ടമായ നാരായണ കവചം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ദക്ഷിണാമൂർത്തി സ്തോത്രങ്ങൾ ചൊല്ലുന്നതും വ്യാഴ ശാന്തിക്ക് വളരെയധികം നല്ലതാണ്. ഇതൊക്കെ കൂടാതെ നിങ്ങളുടെ ഗൃഹത്തിൽ അത്യന്തം വിശിഷ്ടമായ സത്യനാരായണ പൂജ, മഹാസുദർശന കലശം തുടങ്ങിയ കർമ്മങ്ങൾ നടത്തി ഗൃഹരക്ഷ ചെയ്യുന്നത് എല്ലാ രീതിയിലുമുള്ള ദോഷശാന്തിയും ഐശ്വര്യവും നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. ഇടവക്കൂറ് കാർത്തിക ഒടുവിലുള്ള 45 നാഴിക, രോഹിണി, മകയിരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് ജന്മരാശിയിൽ നിന്നും 2-ലേക്കാണ്. ഗോചരഫല സിദ്ധാന്തമനുസരിച്ച് 2-ലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം വളരെ ഉത്തമമാണ്. ജീവിതത്തിൽ ഒട്ടേറെ അനുകൂലമായ നല്ല മാറ്റങ്ങളാണ് വ്യാഴമാറ്റത്തിലൂടെ വരാൻ പോകുന്നത്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കുന്ന അവസരമുണ്ടാകും. സാമ്പത്തികമായി വളരെ പുരോഗതി പ്രാപിക്കും. വിദേശ യാത്രയ്ക്കും തൊഴിലിനും ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. വിദേശ രംഗങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം കിട്ടും.
വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ തൊഴിൽപരമായ സ്ഥാനക്കയറ്റം, ഉയർച്ച, അഭിവൃദ്ധി, സാമ്പത്തികമായി വലിയ പുരോഗതി, നിങ്ങൾക്ക് അവിടെ ഒട്ടേറെ പുതിയ സൗകര്യങ്ങൾ ലഭിക്കുക, പുതിയ ഫ്ലാറ്റ് നേടിയെടുക്കാൻ അവസരമുണ്ടാകുക, പുതിയ വാഹനം തുടങ്ങിയ ഗുണാനുഭവങ്ങളൊക്കെയും നിങ്ങൾക്ക് ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന പുരോഗതിയും ഉപരിപഠന കാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ല മാറ്റങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി വലിയ പുരോഗതി, നിങ്ങളുടെ ബിസിനസ് മേഖലയെ സമഗ്രമായി വിപുലീകരിക്കാൻ അവസരമുണ്ടാകുക, സാമ്പത്തികമായിട്ട് അപൂർവ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുക, നിങ്ങളുടെ കസ്റ്റമർമാരുമായിട്ടുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടുക, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ശൃംഖല വർദ്ധിപ്പിക്കാൻ സാധിക്കുക, ഇങ്ങനെയെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ വളരെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും. വിവാഹ ആലോചനകളിൽ ഉടനെ തീരുമാനമുണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കുവാൻ അവസരം ലഭിക്കും. ജീവിതത്തിൽ അഭൂതപൂർവമായ അത്ഭുതകരമായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ രൂപം കൊള്ളും. നിങ്ങളുടെ കർമ്മരംഗത്തെപ്പറ്റിയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റിയും നിങ്ങളുടെ വിവിധങ്ങളായ കഴിവുകൾ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള മേഖലകൾ, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇങ്ങനെ നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും സമഗ്രമായി പഠിച്ചു മനസ്സിലാക്കി ശരിയായി പരിശ്രമിച്ചാൽ വലിയ ഉയർച്ച നേടുവാനുള്ള അവസരമാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അത്ഭുതകരമായ ലക്ഷ്മി നാരായണ കലശം, മഹാസുദർശന കലശം ഇവയൊക്കെ കുടുംബത്തിൽ നടത്തുക. സത്യനാരായണ സ്വാമിയുടെ ഉപദേശം സ്വീകരിച്ച് മന്ത്രാനുഷ്ഠാനങ്ങൾ ചെയ്യുക. സത്യനാരായണ മന്ത്രോപദേശം സ്വീകരിച്ച് മന്ത്രജപം ചെയ്യുക. മഹാസുദർശന യന്ത്രം ധരിക്കുക. അത്ഭുതകരമായ കഴിവുകളുള്ള അതിവിശിഷ്ടമായ മഞ്ഞ പത്മരാഗക്കല്ല് ധരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അത്യന്തം സൗഭാഗ്യദായകങ്ങളാണ്. മിഥുനക്കൂറാണ് അടുത്തത്. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 30 നാഴിക, തിരുവാതിര നക്ഷത്രം, പുണർതം നാളിൻ്റെ ആദ്യ 45 നാഴിക, ഇത്രയും ചേരുന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് വ്യാഴം മാറുന്നത് 12-ൽ നിന്നും ജന്മക്കൂറിലേക്കാണ്. കഴിഞ്ഞ വർഷം 12 വ്യാഴമായിരുന്നു, ഈ വർഷം അത് ജന്മരാശിയിലാണ് വരുന്നത്. വലിയ ഗുണവുമില്ല, വലിയ ദോഷവുമില്ല, അതാണ് അവസ്ഥ. 12-ലെ വ്യാഴം വളരെ മോശമായിരുന്നു. അതായത് കഴിഞ്ഞ ഒരു വർഷക്കാലം മിഥുനക്കൂറുകാർക്ക് 12-ൽ വ്യാഴമായിരുന്നു. ആ ഒരു പ്രതികൂല സ്ഥിതിയൊക്കെ മാറി കുറച്ച് അനുകൂലമായ അവസ്ഥയിലേക്ക് വരികയാണ്. തൊഴിൽ രംഗത്ത് ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ആഗ്രഹിക്കുന്ന പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. സാമ്പത്തിക പുരോഗതി നേടിയെടുക്കുവാൻ സാധിക്കും. വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരല്പം കാലതാമസം ഉണ്ടാകും. ആ ശ്രമം തുടരുക. എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ മറ്റ് അബദ്ധങ്ങളോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി അത് തുടരുക. നിങ്ങളുടെ തൊഴിൽ രംഗം സാമാന്യമെങ്കിലും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ വളരെ നല്ല പരിശ്രമം ആവശ്യമാണ്, അതുണ്ടായിരിക്കണം. സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ശരിയായി രാശിചിന്ത ചെയ്ത്
ഏറ്റവും ഉചിതമായ വ്യാഴശാന്തി പരിഹാര കർമ്മങ്ങൾ കണ്ടെത്തി അത് ചെയ്യേണ്ടതാണ്. നിങ്ങൾ പതിവായിട്ട് മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരി മന്ത്രം ഉപദേശം സ്വീകരിച്ച് ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം തെറ്റുകൂടാതെ നിത്യവും ചൊല്ലുക. അതിവിശിഷ്ടമായ നാരായണ കവചം നിത്യവും ചൊല്ലുക. ഇതൊക്കെ വളരെ പ്രയോജനകരമാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് ഭാഗവതം നിത്യവും പാരായണം ചെയ്യുക. ഭാഗവതത്തിലെ ശ്രീകൃഷ്ണ അവതാരം പാരായണം ചെയ്യുക. ഇതൊക്കെ വളരെ നല്ലതാണ്. ഗുരുഗ്രഹ ശാന്തിക്കായിട്ട് ദക്ഷിണാമൂർത്തി ഭഗവാന് വ്യാഴാഴ്ച തോറും വഴിപാടുകൾ നടത്തുക. ദക്ഷിണാമൂർത്തി സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക. ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്യും. നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് ഇപ്രകാരമൊക്കെ മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് വിജയം കൈവരിക്കാൻ കഴിയും. അടുത്തത് കർക്കിടക കൂറാണ്. പുണർതം അവസാന 15 നാഴിക, പൂയമായില്യം ഇവ ചേർന്ന കർക്കിടക കൂറുകാർക്ക് വ്യാഴം മാറി വരുന്നത് 12ലേക്കാണ്. 12ലെ വ്യാഴം വളരെ ദോഷകരമാണ്. അപ്പോൾ തൊഴിൽ രംഗത്ത് അത്ര തൃപ്തികരമല്ലാത്ത മാറ്റങ്ങളുണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഗുണകരം അല്ലാത്ത സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്കും തടസ്സങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ തെറ്റുകളോ പോരായ്മകളോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അത്ര അനുകൂലമായിരിക്കുകയില്ല സ്ഥിതി. നിങ്ങളുടെ കർമ്മരംഗം സാമാന്യമെങ്കിലും നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് നല്ല പരിശ്രമം വേണം. സാഹചര്യങ്ങളും നിങ്ങളുടെ കഴിവുകളും കഴിവുകേടുകളും നിങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി പരിശ്രമം മുമ്പോട്ട് കൊണ്ടുപോകണം. കുടുംബത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. മനസ്സിൻ്റെ പിരിമുറുക്കവും ടെൻഷനും മാറുന്നതിന് യോഗ, ധ്യാനം തുടങ്ങിയവ ശീലിക്കുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര വിഷ്ണുനാമം നിത്യവും 25 മിനിറ്റ് നേരം ഭക്തിപൂർവം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ സങ്കീർണമായ പ്രയാസസ്ഥിതികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ മഹാസത്യനാരായണ കലശം, മഹാസുദർശന കലശം ഇവയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ എല്ലാ വിഷമങ്ങളെയും തരണം ചെയ്ത് ഉയർച്ചയും പുരോഗതിയും നേടാൻ കഴിയും. ചിങ്ങക്കൂറാണ് അടുത്തത്. മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യ 15 നാഴിക ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് 11ലേക്കാണ്. 11ലെ വ്യാഴം സർവാഭീഷ്ടപ്രദമായിരിക്കും. ഗോചര സിദ്ധാന്തപ്രകാരം 11ൽ വരുന്ന വ്യാഴം വളരെ ഗുണം ചെയ്യും. തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും. IT, ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ അപ്രതീക്ഷിത ഗുണങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം, ഉയർച്ച, അഭിവൃദ്ധി, പുരോഗതി, സാമ്പത്തികമായി വലിയ നേട്ടങ്ങളുണ്ടാകുക, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, പുതിയ നല്ല വാസസ്ഥലം ലഭിക്കുക, പുതിയ വാഹനം നേടാൻ അവസരമുണ്ടാകുക തുടങ്ങിയ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന നേട്ടവും പുരോഗതിയും ഉപരിപഠന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരവും ഉണ്ടാകും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ബിസിനസ് ശൃംഖല വിപുലീകരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് നല്ല വിജയത്തിൽ എത്തിച്ചെല്ലുന്നതിനും
നിങ്ങൾക്ക് സാധിക്കും. അപൂർവമായ നേട്ടങ്ങൾ കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വന്നു ചേരും. കലാരംഗത്ത് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രശസ്തി, സാമ്പത്തികമായ പുരോഗതി, അഭിവൃദ്ധി, കൂടുതൽ അവസരങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും. വിവിധ മേഖലകളിൽ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാം തന്നെ തങ്ങളുടെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള അനുകൂല അനുഭവങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, എല്ലാ രീതിയിലുമുള്ള പുരോഗതി ഇവയെല്ലാം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകും. സന്താനങ്ങളുടെ പുരോഗതിയിൽ കൂടുതൽ സന്തോഷിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായ നല്ല സന്ദർഭമാണ് വരാൻ പോകുന്നത്. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരി മന്ത്രം ഉപദേശം നേടി ജപിക്കുക. അതിവിശിഷ്ടമായ നാരായണ കവചം നിത്യവും പാരായണം ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഇതെല്ലാം വളരെ നല്ലതാണ്. നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഗൃഹത്തിൽ അത്യന്ത വിശിഷ്ടമായ ലക്ഷ്മി സത്യനാരായണ കലശം നടത്തുക. മഹാസുദർശന കലശം ഗൃഹത്തിൽ സ്ഥാപിക്കുക. നാരായണ കവച പൂജകൾ ചെയ്യുക. ഇതെല്ലാം വളരെ നല്ലതാണ്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടു മുമ്പോട്ട് പോവുക. ഉത്തരം നക്ഷത്രത്തിൻ്റെ ഒടുവിലുള്ള 45 നാഴിക, അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 30 നാഴിക ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. വ്യാഴം മാറി വരുന്നത് 10ലേക്കാണ്. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാവുക. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങളുണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് കാലതാമസം ഉണ്ടായേക്കാം. നിങ്ങളുടെ നിലവിലുള്ള കർമ്മ മേഖലയിൽ അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും മാറ്റങ്ങളും ഉണ്ടാകാം. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത്ര തൃപ്തികരമല്ലാത്ത സാഹചര്യങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശ തൊഴിലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. ക്ഷമയോടുകൂടി ശ്രമം തുടരുക. വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടിയെന്ന് വരില്ല. യാത്രാക്ലേശം, അലച്ചിൽ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടസാധ്യതയുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങൾ പഠിച്ച് അവനവൻ്റെ കച്ചവടത്തെ സംബന്ധിക്കുന്ന എല്ലാ അവസ്ഥകളും നന്നായി മനസ്സിലാക്കി ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ര ഗുണകരമല്ലാത്ത പല മാറ്റങ്ങളും ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാകാം. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര വിഷ്ണു മന്ത്രം പതിവായിട്ട് ചൊല്ലുന്നത് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. ഭഗവാന്റെ അതിവിശിഷ്ടമായ നാരായണ കവചം, നാരായണ കവച പൂജ ചെയ്ത് ഉപദേശം സ്വീകരിച്ച് ചൊല്ലേണ്ടതാണ്. കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ മഹാസുദർശന കലശവും സത്യനാരായണ കലശവും ഗൃഹത്തിൽ നടത്തുന്നതും വളരെ ഗുണം ചെയ്യും. സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടാൻ കഴിയും. തുലാക്കൂറാണ് അടുത്തത്. ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 30 നാഴിക, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ 45 നാഴിക ഇവ ചേർന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് 9ലേക്കാണ്. ഭാഗ്യസ്ഥാനമായ 9ലേക്ക് വ്യാഴം വരുന്നത് അത്യന്തം ഗുണകരമാണെന്നാണ് ഗോചര ഫല സിദ്ധാന്തങ്ങൾ പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം അനുകൂലമാകും. ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വിദേശയാത്ര, വിദേശ തൊഴിൽ ഇവയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും.
നൂതന സംരംഭങ്ങളിൽ ഇടപെട്ട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി നേടുവാൻ കഴിയും. ഉപരിപഠന രംഗത്തും ആഗ്രഹിക്കുന്ന നേട്ടവും പുരോഗതിയും നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകും. ജീവിതത്തിൽ ഒട്ടേറെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് വരാൻ പോകുന്നത്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ പുരോഗതി നേടാനും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാനും അവസരമുണ്ടാകും. സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർക്കും കീർത്തി, പ്രസിദ്ധി, പല രീതിയിലുള്ള പുരോഗതി ഇതെല്ലാം ലഭിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ, നിങ്ങളുടെ പ്രസിദ്ധി വർദ്ധിക്കുക, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുക തുടങ്ങിയ അവസ്ഥകൾ വന്നു ചേരുന്നതാണ്. വിവാഹാലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെയധികം സന്തുഷ്ടി നേടാനായിട്ട് അവസരമുണ്ടാകും. ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ചൊല്ലുക. ലക്ഷ്മി നാരായണ കലശം, മഹാസുദർശന കലശം ഇവയെല്ലാം ഗൃഹത്തിൽ നടത്തുക. ഇതൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോകുന്നതായാൽ സർവൈശ്വര്യങ്ങൾ നേടാവുന്ന സമയമാണ് ഇത്. വൃശ്ചികക്കൂറാണ് അടുത്തത്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം മാറുന്നത് 8ലേക്കാണ്. അഷ്ടമത്തിലെ വ്യാഴം ഒട്ടും തന്നെ അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടാം. നിലവിലുള്ള കർമ്മരംഗത്ത് ഗുണകരമല്ലാത്ത സാഹചര്യങ്ങൾ ഉടലെടുക്കാം. യാത്രാക്ലേശം, അലച്ചിൽ, സാമ്പത്തിക നഷ്ടങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കാര്യപരാജയങ്ങളും നഷ്ടങ്ങളും അനുഭവപ്പെടാം. വളരെ ശ്രദ്ധിച്ച് സാഹചര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് അതീവ ശ്രദ്ധയും ജാഗ്രതയും വെച്ചു പുലർത്തേണ്ട സാഹചര്യമുണ്ട്. ഇല്ലാത്ത പക്ഷം പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടായെന്ന് വരില്ല. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രവർത്തന രംഗം, നിങ്ങളുടെ പ്രവർത്തന സാഹചര്യം, നിങ്ങളുടെ കഴിവുകൾ, കഴിവ് കുറവുകൾ, നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എന്നുള്ള സാഹചര്യം, ഇങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ കർമ്മമേഖലയും സംബന്ധിച്ച് സമഗ്രമായി പഠിച്ചു മനസ്സിലാക്കി ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും. കുടുംബത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. ശാന്തതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണം ശീലിക്കുക. എല്ലാവരോടും ശാന്തമായും സ്നേഹത്തോടെയും ഇടപെടുക. മനസ്സിൻ്റെ ടെൻഷൻ, പിരിമുറുക്കം ഇതൊക്കെ അകറ്റുന്നതിന് യോഗ, ധ്യാനം ഇതൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. വിഷ്ണു ഭഗവാന്റെ അഷ്ടാക്ഷരി മന്ത്രം നിത്യവും ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അതിവിശിഷ്ടമായ നാരായണ കവചം നിത്യവും ചൊല്ലുക. ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്യും. കൂടുതൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഗൃഹത്തിൽ അത്യന്തം ഫലപ്രദമായ മഹാസുദർശന കലശം സ്ഥാപിക്കുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോവുക. മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ ആദ്യ 15 നാഴിക ഇവ ചേർന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ മാറ്റം 7ലോട്ടാണ്. നിവൃത്തി സ്ഥാനമായ 7ലേക്ക് വ്യാഴം വരുന്നത് അത്യന്തം ഗുണകരമാണെന്ന് ഗോചരഫല സിദ്ധാന്തം പറയുന്നു. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും. ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നേടുവാൻ അവസരമുണ്ടാകും. സാമ്പത്തികമായി എല്ലാ പുരോഗതിയും കൈവരിക്കാൻ സാധിക്കും. ഗൃഹവാഹനാദി യോഗങ്ങൾ കാണുന്നുണ്ട്. പുതിയ ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകും.
ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് എത്രയും വേഗം അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സാധിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും. വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. IT, ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ ജോലിയിൽ അപ്രതീക്ഷിതമായ ഉയർച്ച, സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുക, പുതിയ ഗൃഹം നേടിയെടുക്കുവാൻ സാധിക്കുക, പുതിയ വാഹനം നേടുക തുടങ്ങിയ ഒട്ടേറെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ പുരോഗതി ഉണ്ടാകും. ബിസിനസ് ശൃംഖല വിപുലീകരിക്കാൻ സാധിക്കും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അവസരമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും. വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാവുകയും പ്രണയാദി കാര്യങ്ങളിൽ ഉദ്ദിഷ്ട ഫലസിദ്ധി നേടാൻ അവസരം വരികയും ചെയ്യുന്നതാണ്. നിങ്ങൾ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോവുക. ഗൃഹത്തിൽ അത്യന്ത വിശിഷ്ടമായ മഹാസുദർശന കലശം സ്ഥാപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം നിത്യവും ചൊല്ലുന്നതും നാരായണ കവചം ജപിക്കുന്നതും അഷ്ടാക്ഷര മഹാമന്ത്രം ചൊല്ലുന്നതുമെല്ലാം വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഉത്തരാടം നാളിൻ്റെ അവസാന 45 നാഴിക, തിരുവോണം അവിട്ടം നാളിൻ്റെ ആദ്യ 30 നാഴിക ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് വ്യാഴം 6ലേക്കാണ് മാറുന്നത്. അത് അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഇവയെല്ലാം വന്നേക്കാം. നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും വെച്ച് പുലർത്തിയില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾക്കും ഉണ്ടാകാനിടയുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിവിധ എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ കഴിവുകൾ, കഴിവുകേടുകൾ, നിങ്ങളുടെ പ്രവൃത്തി പരിചയം, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ അറിവുണ്ട്, നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ പറ്റും തുടങ്ങി അവനവൻ്റെ പ്രവർത്തന മേഖലയുടെയും എല്ലാ വശങ്ങളും നന്നായി പഠിച്ച് മനസ്സിലാക്കി പരിശ്രമം നടത്തേണ്ടത് അത്യാവശ്യമാണ്. വിദേശ തൊഴിലിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. എല്ലാവരോടും വളരെ പക്വതയോടെയും സ്നേഹത്തോടെയും ഇടപെടുക. സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കുക. ആവശ്യമില്ലാത്ത യാതൊരു കാര്യങ്ങളിലും ഇടപെടാതെ ഇരിക്കുക. എല്ലാ കാര്യങ്ങളും സമഗ്രമായി സമൂലമായി രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അവിട്ടം അവസാന 30 നാഴിക, ചതയം പൂരുരുട്ടാതി ആദ്യ 45 നാഴിക ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് 5ാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. വളരെ നല്ല സ്ഥാനമാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാകും. മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ നിറവേറപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വിദേശ തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. അന്യദേശത്ത് IT, ബിസിനസ് തുടങ്ങി വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം, സാമ്പത്തിക ഉയർച്ച, എല്ലാ രീതിയിലുമുള്ള പുരോഗതി ഇവയൊക്കെ ഉണ്ടാകും. പുതിയ നല്ല വാസസ്ഥാനം നേടിയെടുക്കാൻ അവസരമുണ്ടാകും. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.
വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന പുരോഗതി കൈവരിക്കാൻ കഴിയും. കച്ചവടക്കാർക്ക് വളരെ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കാൻ സാധിക്കും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അവസരം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും. വിവാഹാലോചനകളിൽ വൈകാതെ തീരുമാനം ഉണ്ടാകും. മനസ്സിന് ആനന്ദകരമായ കുറേ മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അതിവിശിഷ്ടമായ വിഷ്ണു സഹസ്രനാമം നിത്യവും ചൊല്ലുക. നാരായണ കവചം ജപിക്കുക. ഗൃഹത്തിൽ അതീവ ഫലപ്രദമായ മഹാസുദർശന കലശം സ്ഥാപിക്കുക. ഇതെല്ലാം വളരെയധികം പ്രയോജനകരമാണ്. പൂരുരുട്ടാതി അവസാന 15 നാഴിക, ഉത്തരട്ടാതി ദേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് 4ലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം. ഗുണദോഷ സമ്മിശ്രമാണ്. ജോലിയിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നന്നായി പരിശ്രമം ചെയ്തിട്ടാണെങ്കിലും സാമാന്യം ഭംഗിയായി അവനവൻ്റെ കർമ്മമേഖല നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. വിദേശയാത്രയ്ക്കും വിദേശ തൊഴിലിനും ശ്രമിക്കുന്നവർക്ക് ചില കാലതാമസമൊക്കെ ഉണ്ടാകും. വളരെ ശ്രദ്ധാപൂർവം ശ്രമം തുടരുക. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾക്കിടയുള്ളത് കൊണ്ട് വളരെ ജാഗ്രത വേണം. എല്ലാ കാര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി നന്നായിട്ട് പരിശ്രമിക്കുക. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെട്ടേക്കാം. കുടുംബത്തിൽ വലിയ പ്രയാസങ്ങളില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ്. മനസ്സിന് ടെൻഷനോ പിരിമുറുക്കമോ ഉണ്ടാകാതെ യോഗ, മെഡിറ്റേഷൻ ഇവയൊക്കെ ശീലിക്കുക. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ ഉടനെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിവിധ മേഖലകളിലായി പ്രവൃത്തി ചെയ്യുന്നവർക്കെല്ലാം നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ സാമാന്യം ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അവസരമുണ്ടാകുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷര മന്ത്രം ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുക. നാരായണ കവചം ജപിക്കുക. അതോടൊപ്പം ഗൃഹത്തിൽ അതിവിശിഷ്ടമായ മഹാസുദർശന കലശം സ്ഥാപിക്കുക തുടങ്ങിയ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് ഉദ്ദേശിക്കുന്ന പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.